സ്വലാത്തിന്റെ മജ്ലിസ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മാസത്തെയും ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ, കഴിഞ്ഞുപോയ മഹാന്മാരിൽ നിന്ന്, മശായിഖുമാരിൽ നിന്ന് ഒരുപാട് ആളുകളുടെ ജീവിത സ്മരണകൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരികയാണ്. ഈ വിശുദ്ധമായ മാസത്തിൽ നമ്മൾ ഓർക്കുകയും അറിയുകയും ചെയ്യുന്ന എത്രയോ ഇമാമുകളെ കുറിച്ച് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തു. നമ്മുടെ മുമ്പിലുള്ള സഫർ മാസത്തിൽ നമ്മൾ അറിയാൻ പോകുന്ന ഒരു മഹാനുണ്ട്, അനുസ്മരിക്കേണ്ട ഒരു മഹാരഥനുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ, രണ്ടാം സഹസ്രാബ്ദത്തിന്റെ നവോത്ഥാന നായകനായ മഹാനായ ഇമാം അഹ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ആ കാലഘട്ടങ്ങളിലുള്ള മുഴുവൻ അനാശാസ്യ പ്രവണതകൾക്കുമെതിരെ, മുഴുവൻ അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. വൈജ്ഞാനികമായ വിപ്ലവങ്ങളെ സാധിച്ചെടുക്കുവാൻ ഭരണാധികാരികളുടെ സഹായത്തോടെ വൈജ്ഞാനിക പട്ടണങ്ങൾ രൂപീകരിക്കുകയും ജഹാംഗീറിനെ കൊണ്ട് വലിയൊരു വൈജ്ഞാനിക സമുച്ചയം സ്ഥാപിക്കാൻ സേവനം ചെയ്യുകയും ചെയ്ത അഹ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹുവിന്റെ സേവനങ്ങൾ വായിക്കുമ്പോൾ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും സാദാത്തുക്കളും രാജ്യാന്തരതലത്തിൽ ഓടി നടന്നുകൊണ്ട് വിശുദ്ധമായ വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങൾ, മർക്കസുകളും മഅദിനുകളും എല്ലാം ഉണ്ടാക്കി ലോകത്തുള്ള പണ്ഡിതന്മാരുമായെല്ലാം ബന്ധം സ്ഥാപിച്ച് അവരുടെ ലക്ഷ്യമെന്താണ്? ഭൗതികമായ അധികാരത്തിന്റെ പീഠങ്ങളല്ല, അല്ലെങ്കിൽ ശാരീരികമായ മുന്നേറ്റത്തിന്റെ തലങ്ങളല്ല. അവര് ലക്ഷ്യം വെക്കുന്നത് അല്ലാഹുവിന്റെ അറിവിന്റെ പ്രചാരണമാണ്. അതിനിടയിലും അവര് ആത്മീയമായ വ്യക്തിത്വം മാറ്റിവെക്കുന്നില്ല, ആധ്യാത്മികമായ സദസ്സുകളെ മാറ്റിവെക്കുന്നില്ല. മഹാനായ ഇമാം അഹ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹുവിനെ വായിച്ചാൽ, ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ മുസല്ലയിൽ ഇരുന്ന് ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന മഹാനാണ്. മറുഭാഗത്ത് നോക്കുമ്പോൾ സുന്നത്തുകളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ, ഒരു സുന്നത്ത് പോലും ഒഴിഞ്ഞു പോകാതെ പാലിക്കണമെന്ന കണിശതയോടെ കഴിഞ്ഞുകൂടുന്ന മഹാനവറുകളെ മറ്റൊരു സമയത്ത് നോക്കുമ്പോൾ അധികാരികളെ കൊണ്ട് നല്ലത് ചെയ്യിക്കാനുള്ള പരിശ്രമമാണ്. ദീനീ ബോധമുള്ള ഭരണാധികാരികൾക്ക് കൃത്യമായ ഗൈഡൻസ് നൽകുന്ന മാർഗദർശകനായി മാറുകയാണ്. മറുഭാഗത്ത് നോക്കുമ്പോൾ അക്രമികളായ ഭരണാധികാരികളുടെ നയനിലപാടുകൾക്കെതിരെ ശക്തമായ സമരം സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് ദീനേ ഇലാഹിയുടെ അനുയായിയുടെ മുമ്പിലേക്ക് കോളിയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അയാളുടെ മുമ്പിലൊന്ന് വന്നിക്കണം എന്ന് പറഞ്ഞപ്പോ മഹാനായ അഹ്മദ് സർഹിന്ദി തങ്ങൾ പറഞ്ഞു, പറ്റൂല്ല. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമത്തിനെതിരെ ഒരു ശക്തിയുടെ മുമ്പിലും വിധേയപ്പെട്ടു കൊടുക്കാൻ എനിക്ക് പറ്റൂല. ഒരധികാരിയുടെ പ്രീതിക്ക് വേണ്ടിയും മതം മാറ്റിവെക്കാൻ പറ്റൂല. ഒരു താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയും എനിക്ക് എന്റെ നിയമത്തെയും എന്റെ നിഷ്ഠയെയും എന്റെ മതത്തെയും എന്റെ മൂല്യത്തെയും എന്റെ ആധ്യാത്മിക പ്രഭാവത്തെയും മാറ്റിവെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴാണ് അഹ്മദ് സർഹിന്ദി തങ്ങളെ കോളിയാർ ജയിലിന്റെ അകത്തളത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. മഹാനവറുകൾ ജയിലഴിയുടെ ഉള്ളിൽ കിടക്കുമ്പോഴും മഹാന്മാരായ ഇമാമുകൾ എത്ര ആളുകളാ ജയിലിൽ കിടന്നത്. മഹാനായ ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു ജയിലറയുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് ജുമഅയുടെ സമയത്ത് അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായി കവാടം വരെ വന്നു നിന്നുകൊണ്ട്, അല്ലാഹുവേ, നീ ആദരിച്ച വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വേണ്ടി ആദരിക്കാൻ ഞാൻ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ മഹാനല്ലേ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ശാഫിഈ ഇമാം തങ്ങളുടെ ശിഷ്യനാണ്. വിശദമായി ഞാൻ അതിലേക്ക് പോവുകയല്ല. ഇതുപോലെ ജയിലറയുടെ അകത്തളത്തിൽ കിടക്കുമ്പോഴും ആദർശത്തിന് മാറ്റമില്ലാതെ ജയിൽ പുള്ളികളെ വലിയൊരു സംഘത്തെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് ഇമാം സർഹിന്ദി.